Good morning my dear kids. Welcome to my kids garden. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് അടുത്ത കുറച്ച് അക്ഷരങ്ങളുടെ വാക്കുകൾ പഠിച്ചാലോ? പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ, ആ, ഈ, ഈ ഇത്രയും അക്ഷരങ്ങളുടെയും ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് അല്ലേ? എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും അതെല്ലാം ഓർമ്മയുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ബേസ് ക്ലാസ്സും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. നോക്കിക്കേ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഉ. ഏതാണ് അക്ഷരം? ഉ. ഉ എന്ന് പറയുന്ന അക്ഷരം വായിച്ചാലോ? വായിച്ചേ. ഉ, ര. ഇതേതാ അക്ഷരം? ആ, നമ്മുടെ ചില്ലക്ഷരമായ ഇൽ അല്ലേ? ഇൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു ചില്ലക്ഷരം പഠിച്ചിരുന്നു. ഏതാ? ഇൽ. ഓർമ്മയുണ്ടോ? ഇത് ഇൽ, ഇത് ഇല്ല. ഇല്ലെങ്ങനെ എഴുതുന്നേ? ആ, താ പോലെ എഴുതി വെളിയിലോ താ എഴുതിയിട്ട് അകത്തൂടി കയറി വെളിയിലോട്ട് ഇറങ്ങപ്പം ആരായി? ഇൽ. ഓക്കെ, അപ്പം വായിച്ചേ. ഉ, ര, ഇൽ. ഉരൽ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഊ, റായുടെ കൂടെ ഈ ചുനിപ്പ് വന്നു. ഈ ചുനിപ്പ് ഏതിന്റെ ചുനിപ്പാ? ആ, നമ്മുടെ ഊവിന്റെ ചുനിപ്പാണ് ഇത്. പഠിച്ചിട്ടില്ലേ? ചിഹ്നങ്ങളിനകത്ത് പഠിച്ചില്ലേ നമ്മള്? ഊവിന്റെ ചുനിപ്പ് എങ്ങനെ എഴുതുന്നേ? ആ, ഇതുപോലെ വന്നു ഇങ്ങനെ കേറും അല്ലേ? ഈ ഇവിടുന്ന് ഒരു കുഞ്ഞ് സർക്കിളിനെ എഴുതുന്നു, എന്നിട്ട് ഇങ്ങനെ വാലിട്ട് കൊടുക്കുന്നു. അപ്പൊ ആരായി? ഊവിന്റെ ചിഹ്നം. അപ്പം റായുടെ കൂടെ ഊവിന്റെ ചിഹ്നം വന്നാൽ എന്തോ വായിക്കും? റായുടെ കൂടെ ഊവിന്റെ ചിഹ്നം വന്നാൽ റു. അപ്പം ഊ, റു. ഇതേതാക്ഷരം? ബ അല്ലേ? ബ. ബ. ബായ്ക്ക് മേളിൽ ഈ ചുനിപ്പ് വരുമ്പോ എന്താ വായിക്കുന്നേ? ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡായ്ക്ക് ഈ ചുനിപ്പ് വന്നപ്പം ഡ എന്ന് വായിച്ചു. അപ്പം ബായ്ക്ക് ഈ ചുനിപ്പ് വരുമ്പോ ബ്. ഊ, റു, ബ്. ഉറുമ്പ്. ക്ലിയർ ആയോ? അടുത്ത പറഞ്ഞേ. ഊ, ഇതേതാക്ഷരം? ആ, ഇതാണ് ദ. ദ. ഓക്കെ, ഇതേതാക്ഷരം? ദ. അപ്പൊ വായിച്ചേ. ഊ, ദ. ഇതേതാക്ഷരം? യ. ഏതാണ് അക്ഷരം? യ. കണ്ടോ? യ. യായ്ക്ക് അമ്മിന്റെ ചിഹ്നം വരുമ്പം യം. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ? കായ്ക്ക് അമ്മിന്റെ ചിഹ്നം വരുമ്പം കം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ആ, അത് തന്നെ. പറഞ്ഞേ. ഉ, ദ, യം. ഉദയം. ഒന്നുകൂടെ വായിച്ചേ. ഉ, ര, ഇൽ. ഉരൽ. ഉ, റു, ബ്. ഉറുമ്പ്. ഉ, ദ, യം. ഉദയം. ക്ലിയർ ആയോ? അടുത്ത അക്ഷരത്തിലോട്ട് കടക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഇതേതാണ് അക്ഷരം? ഊ. ഏതാണ് അക്ഷരം? ഊ. അപ്പൊ നമ്മുടെ ഊ എന്ന് പറയുന്ന അക്ഷരത്തിനെ ഒന്ന് വായിക്കാം. വായിച്ചേ. ഊ. ആ, ഇതേതാ അക്ഷരം? ആ, ന. നായിക്ക് ചുനിപ്പ് വരുമ്പം ന. ഗുഡ്. ഊണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കേ. ഊ. അടുത്തത് ഇതേതാ അക്ഷരം? നമ്മുടെ ഞ. ഞായുടെ കൂടെ ഒരു റായും കൂടി ഇടപ്പം ആരായി മാറി? ന. ന. അപ്പം നായുടെ കൂടെ ഊവിന്റെ ചിഹ്നം വരപ്പം നു. ഊന്നു. വ. ആ, ഊന്നു വ. ഇനി ഇതേതാ അക്ഷരം? ഡ എന്ന് പറഞ്ഞു. ഡായുടെ കൂടെ എന്തിന്റെ ചിഹ്നമായി കിടക്കുന്നത്? ഈയുടെ ചിഹ്നം. അപ്പം ഡായുടെ കൂടെ ഈയുടെ ചിഹ്നം വരപ്പം ഡി. ഊന്നു വടി. ക്ലിയർ ആയോ? ഊന്നു വടി. ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്തത് ഊ. ഇതേതാ അക്ഷരം? ഞ. ഞ. ഓർമ്മയുണ്ടോ? ഞ. ഊ, ഞ. ഈ ഞായുടെ കൂടെ ഇത് എന്തിന്റെ ചിഹ്നമാ വന്നിരിക്കുന്നേ? ആ. നമ്മുടെ ആയുടെ ചിഹ്നമില്ലേ? ദീർഘം. അത് വന്നാ എന്താ? ഞായുടെ കൂടെ ആയുടെ ചിഹ്നം വന്നാൽ എന്ത് വായിക്കും? ഞാ. ഊ, ഞാ. ഇതേതാ ചിഹ്നം? ഇൽ. ഊഞ്ഞാൽ. ക്ലിയർ ആയോ? എന്തൊക്കെയാ? ഊ, ന്.
ഊണ്, ഊന്നു വടി, ഊന്നുവടി, ഊഞ്ഞാൽ, ഊഞ്ഞാൽ. ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഊവിന്റെ ചിഹ്നം എന്തായിരുന്നു? നമ്മൾ ഇവിടുന്ന് ഒരു ചുരുപ്പെടുത്തു, നമ്മുടെ ഊ കൊടുക്കുന്നു. ഊന്ന് നീട്ടി കൊടുക്കുമ്പോൾ ഒരു പൂജ്യവും കൂടെ ഇറക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഊവിന്റെ ചിഹ്നവും. ഇത്രയും ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ, അടുത്തയാണ് റ്. എന്താണ്? റ്. ഇതേതാ അക്ഷരം? റ്. ഓക്കെ, അപ്പം റ് എന്ന് പറയുന്ന അക്ഷരം വായിച്ചേ. റ്, റ്. ഇതേതാ അക്ഷരം? ഷ. ഷ എങ്ങനാ? നമ്മുടെ പാ പോലെ എഴുതിയിട്ട് ഇങ്ങനെ വളച്ചിങ്ങനെ ഇടണം. ഇതാണ് ഷ. എന്താണ്? ഷ. ഷായുടെ കൂടെ ഈയുടെ ചിഹ്നം വരുമ്പോ ഷി. അപ്പൊ വായിച്ചേ, ഋഷി, ഋഷി. അടുത്ത് നോക്കിക്കേ, അടുത്തത് റ്. റ്. ഇതേതാ? ത. തായുടെ കൂടെ ഊടെ ചിഹ്നം വരുമ്പം തു, ഋതു. ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ, അടുത്തത് റ്. ഇതേതാ? ഷ. അപ്പം ഋഷ. ഇതേതാ ചിഹ്നം? ഇതാണ് ഫ. ഇങ്ങനെ എഴുതണം, ഫ. ഓക്കെ, 3 കണക്ക്. ഫ. അപ്പൊ എന്താണ്? ഫായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം വരുമ്പം ഫം. വായിച്ചേ, ഋഷ ഫം, ഋഷഫം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചേ. ഋഷി, ഋഷി, ഋതു, ഋതു, ഋഷഭം, ഋഷഭം. ഇനി ഈ ഇറിന്റെ ചിഹ്നം എന്താണ്? പറഞ്ഞേ, ഇറിന്റെ ചിഹ്നം എങ്ങനെ എഴുതുന്നേ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ എഴുതുന്നതാണ് നമ്മുടെ ഇറിന്റെ ചിഹ്നം. ക്ലിയർ ആയോ? നമ്മുടെ ഇറ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇതിൽ ഇങ്ങനത്തെ ഒരെണ്ണത്തിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിനെ എങ്ങനെ തിരിച്ചിടണം. അപ്പൊ ആരായി? ഇറിന്റെ ചിഹ്നമായി. ഞാൻ പഠിപ്പിച്ചില്ലേ? ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാനിപ്പോൾ ഒരു വാക്ക് എഴുതാൻ പോവാണ്. ഈ വാക്കൊന്ന് വായിച്ചേ. ഇതെങ്ങനെ വായിക്കും? ഇതേതാ അക്ഷരം? ഓക്കെ, ക. കായുടെ കൂടെ എന്തിന്റെ ചിഹ്നമാ വന്നേ? ഓക്കെ, ഊയുടെ ചിഹ്നം. അപ്പൊ എന്താ വായിക്കും? കു. ഇത് ഡ, കുട. ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ, ഇതൊന്ന് വായിക്കണേ. വായിച്ചേ. ഇതെന്താണ്? കായുടെ കൂടെ എന്തിന്റെ ചിഹ്നമാ വന്നേ? ഊടെ ചിഹ്നം. അപ്പൊ എങ്ങനെ വായിക്കും? കൂ. ഇതേതാ ചില്ലക്ഷരം? അല്ലേ? അപ്പം കൂ. ക്ലിയർ ആയോ? അടുത്ത പറഞ്ഞേ. ഇതൊന്ന് വായിച്ചേ. ഇതെങ്ങനെ വായിക്കും? കായുടെ കൂടെ എന്തിന്റെ ചിഹ്നമാ വന്നേ? ഇറിന്റെ ചിഹ്നം. അപ്പം കൃ, കൃ. ഇതേതാ? ഷ. ഷായുടെ കൂടെ ഈയുടെ ചിഹ്നം ഷി, കൃഷി. ഓക്കെ, അപ്പൊ ഈ 3 ചിഹ്നങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഊ, ഊ, ഇർ. അതിന്റെ വാക്കുകളും അതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് വാക്കുകൾ, അക്ഷരങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ആ ചിഹ്നങ്ങൾ എങ്ങനെ എഴുതണ്ടേന്ന് പഠിച്ചു. എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.